ഒരു വൺ വേർഡിൽ അശ്വതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം? ഐ എം എ ബ്ലെസ്ഡ് മോം. ആളൊരു മറ്റേ ലോട്ടറി ഒക്കെ അടിച്ച ഫീലായിരുന്നു ആൾക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാരെയും വിളിച്ച് പറയുന്നു. എനിക്ക് വിളിച്ചു പറയാനൊക്കെ ഉള്ള ഒരു നാണക്കേട്, കാരണം അത്ര ടൈമല്ലേ ഉള്ളൂ. നിങ്ങളുടെ ഒരു മോം ലൈഫ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോ ടു മോം ഹാക്ക് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഹസ്ബൻഡ്സിനെ എല്ലാ കാര്യവും പഠിപ്പിക്കുക. ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് എടുക്കാം. എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്? എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണത്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആ ഫീഡ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ലിറ്ററലി ഞാൻ കരയായിരുന്നു ആ ഒരു ടൈമിൽ. എൻ്റെ മോളെ ഇപ്പം എങ്ങനെ കെയർ ചെയ്യുന്നു അതേപോലെ തന്നെ ആള് ഈ ടൈം വരെ എന്നെ കെയർ ചെയ്തോണ്ട്. എൻ്റെ ഒരു ഗോ ടു പേഴ്സൺ ആണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. കണ്ണ് തുറന്നു കഴിയുമ്പം എനിക്ക് കുട്ടി ഉണ്ടായി, അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും ഞാൻ അറിയുന്നില്ല. മിസ് വേൾഡ് ടൈറ്റിൽ വിന്നറായ മാനുഷി ചില്ലറിൻ്റെ അടുത്ത് ജൂറി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ലോകത്തിലുള്ള ഏത് ജോലിക്കാണ് ഏറ്റവും കൂടുതൽ സാലറി ഡിസേർവ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് അവരുടെ ആൻസർ ആ ജൂറിയെയും അതേപോലെ അവിടുത്തെ ഓഡിയൻസിനെയും സർപ്രൈസ് ചെയ്യിപ്പിച്ചു, കൈയടിപ്പിച്ചു. ശരിക്കും ആരും ചിന്തിക്കാത്ത ഒരു ആൻസർ ആയിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ആൻസർ വാസ് മോം. ശരിയല്ലേ അവർ പറഞ്ഞത്? ആരും തന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആരും തന്നെ അതൊരു ജോലിയായിട്ട് പോലും കണ്ടിട്ടുണ്ടാവില്ല. യെസ്, ഓരോ അമ്മമാരുടെ സ്റ്റോറീസുമാണ് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള മോം എന്ന് പറയുന്നത് മിസ് അശ്വതി അശോക്. ഷീ ഈസ് വൺ ഓഫ് ദ കോ ഫൗണ്ടർ ഓഫ് സ്പോട്ട് ഔട്ട്. വെൽക്കം അശ്വതി. ഹായ്, താങ്ക് യു. ഞാൻ അശ്വതിനെ ഇപ്പോൾ പരിചയപ്പെടുത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ഓൺട്രപ്രണറാണ്. സോ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നത്, ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പം വിൽ ബി വെരി ബിസി അല്ലേ? വെരി ബിസിയാണ്, റിസ്കി ജോബാണ്, 24/7 വർക്ക് ആയിരിക്കും, ഒരു നോർമൽ സ്റ്റാഫിനെ പോലെയല്ല. ഈ ഒരു കരിയറും മദർഹുഡും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്? എന്നോട് കുറേ പേര് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനും കൂടെയാണത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനിപ്പം ഈ ഒരു സ്പോട്ട് ഔട്ട് ഞാനിപ്പം ഈ ഒരു കോ ഫൗണ്ടർ ഇതിലേക്ക് ഞാൻ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. സോ ഇതിന് മുന്നേ ഞാൻ വർക്കിങ്ങും ആയിരുന്നു. സോ ഈ ഒരു ടൈമിൽ ഞാനിത് ബാലൻസ് ചെയ്യാനുള്ളൊരു മെയിൻ ഇതെന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇപ്പം ഈ പ്രഗ്നൻസി ടൈമിൽ അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വർക്കിന് പോകുമ്പോഴാണെങ്കിലും എന്നെ ആരും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴാണോ പോവാൻ വർക്കിലേക്ക് കയറേണ്ടത് അപ്പം അവരും ഓക്കെ ആയിരുന്നു, വീട്ടുകാരും ഓക്കെ ആയിരുന്നു. അപ്പം എനിക്ക് മോളാണ്. സോ മോളെ ടേക്ക് കെയറിനൊക്കെ വീട്ടിൽ ആൾക്കാരുള്ളതുകൊണ്ട് ഞാനിപ്പം ഓഫീസിലേക്ക് വരികയാണെങ്കിലും ഇപ്പം സ്പോട്ട് ഔട്ടിലേക്ക് ഞാൻ വരുവാണെങ്കിലും എനിക്ക് തീരെ വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ മോളുടെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ തീരെ ടെൻസ്ഡ് അല്ല. കാരണം എനിക്കറിയാം വീട്ടിൽ അവൾ ഓക്കെയാണ്, എനിക്കൊന്ന് വിളിച്ചു പോലും നോക്കേണ്ട ആവശ്യം വരാറില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ഇപ്പം വർക്ക് ലൈഫ് ആണെങ്കിലും വീട്ടിലേതാണെങ്കിലും. എന്നെ അതേപോലെ തന്നെ പറയേണ്ടതാണ്, ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിലെ കൊളീഗ്സ് ആണെങ്കിലും ഇപ്പം സ്പോട്ട് ഔട്ടിലുള്ള എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും ദേ ആർ വെരി സപ്പോർട്ടീവ്. സോ അത് ഇവിടുന്നും അവിടുന്നും എനിക്ക് ആ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് എനിക്ക് രണ്ടും ബാലൻസ് ചെയ്യാൻ ഈസിയായിരുന്നു. ശരിക്കും ഒരു സപ്പോർട്ടിങ് ഫാമിലി ഉണ്ടാവുക എന്ന് പറയുന്നതിന് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ പകുതി ടെൻഷൻസ് അവിടെ മാറി. എസ്പെഷ്യലി ഇഫ് യു ആർ എ ന്യൂ മോം, കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ്. അപ്പം ആ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ലൈക്ക് യു ആർ വെരി ലക്കി. ആൻഡ് അശ്വതിക്ക് ഒരു മകളാണ്. എത്ര വയസ്സാണ്? അവള് 3 years. 3 years. ഓക്കെ. അപ്പം കുറച്ചൊന്ന് വലുതായി. പ്ലേ സ്കൂളിലൊക്കെ പോകാറായില്ലേ? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. അശ്വതിയുടെ ആ ഒരു പ്രഗ്നൻസി റിവീലിംഗ് മൊമെന്റ്, ഓക്കെ, ലൈക്ക് നമ്മൾ ആദ്യം പറയാൻ നമ്മളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തായിരിക്കും. അപ്പം ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർമ്മയുണ്ടോ? അതെന്തായാലും മറക്കാൻ സാധ്യതയില്ല, കാരണം അങ്ങനത്തെ ന്യൂസ് ആണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരുന്നു. അപ്പം എന്നെ പോലെയുള്ളൊരു ഇതേപോലൊരു മൊമെന്റ് ഉണ്ടായിട്ടുള്ള ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും എനിക്ക് ഡൗട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രഗ്നൻസി ആയിരുന്നു എൻ്റെ. കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ 1 month ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം
പ്രഗ്നന്റ് ആയിരുന്നു. Okay. സോ അത് അങ്ങനെ റിവീൽ ചെയ്യേണ്ട, ഹസ്ബൻഡായിട്ട് റിവീൽ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു മൊമെന്റ് ഒന്നും എനിക്കില്ല. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ പീരീഡ്സ് ഡിലേ ആയി. അപ്പം മുതൽ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഒരു 1 വീക്ക് ഡിലേ വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഗൂഗിളിൽ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിന്റെ സിംറ്റംസ് ഒക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്. അപ്പം അത് ഞാനൊക്കെ ഹസ്ബൻഡായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ദിവസം നൈറ്റ് വീട്ടിൽ അന്നാരും ഉണ്ടായിരുന്നില്ല. സോ ആ ടൈമിൽ ഞങ്ങളിത് വാങ്ങി ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് പോയി പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പ്രഗ്നന്റ് ആയതിൽ. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തീരെ ഹാപ്പി അല്ലായിരുന്നു. സോ ആ ഒരു ഫസ്റ്റ് എനിക്ക് ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാനൊരു അമ്മയാവാൻ പോവാണ് എന്നുള്ള ഒരു ഫീൽ എനിക്ക് തോന്നുന്നൊരു 1 to 3 months 4 monthsലേക്കൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ഫീല് വന്നത്. ഇത്ര പെട്ടെന്നായിരുന്നു. അതെ, ഒന്നാമത് മാരേജ് കഴിഞ്ഞു, നമുക്ക് ആ മാരേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അത്ര പെട്ടെന്നൊരു അമ്മയാവാന്നുള്ളത് ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ല. അപ്പം നമുക്ക് കുറച്ച് എൻ്റെ മൈൻഡിൽ കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ലാത്തൊരു ടൈമായിരുന്നു ആയിരുന്നല്ലേ. ഓക്കെ. അപ്പം ഈ ഒരു ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ജേർണി അതെങ്ങനെ ഉണ്ടായിരുന്നു? പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് നമ്മൾ പ്രഗ്നൻസി ജേർണിയും അതേപോലെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയം ഇത് രണ്ടും സ്ത്രീകൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രഗ്നൻസി ജേർണി ടിൽ ഡെലിവറി? ഞാനീ പറഞ്ഞ പോലെ ഞാൻ തീരെ എൻജോയ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പം ഈ ഫസ്റ്റ് 3 months എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഒരു അബോർഷനെ കുറിച്ചിട്ടൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അത് എൻ്റെ മൈൻഡിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ എനിക്കാണെങ്കിൽ അപ്പോൾ ഒരു അമ്മയാവുക അതിന് ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് അപ്പം ആ ഒരു 3 months എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര, പിന്നെ ഈ വോമിറ്റിങ്, നോസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ആൻഡ് കൊറോണയുടെ ടൈമിലാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. സോ വർക്ക് ഫ്രം ഹോം ആണ്, വീട്ടിൽ നിന്ന് അധികം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ 3 months ലിറ്ററലി നമുക്ക് ആ ഒരു റെസ്റ്റ് എടുക്കേണ്ട ടൈം ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തൊരു ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ജസ്റ്റ് ടൗണിലേക്ക് കൊണ്ടുപോയിട്ടെങ്കിലും വരുമോ? കാരണം അത്രയും ഞാൻ സ്ട്രെസ്ഡ് ആയിരുന്നു മൈൻഡിൽ. ആൻഡ് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 7 months വരെ എനിക്ക് ഫുൾ ഇഷ്യൂസ് ആയിരുന്നു. എനിക്ക് 8-9 months വരെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നെഞ്ചരിച്ചിൽ വരുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ ഇഷ്യൂ ആയിരുന്നു. എനിക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു, ഓൺലി വെജ് അത് മാത്രമായിരുന്നു. അപ്പം ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, സ്മെല്ല് എനിക്ക് ഇഷ്യൂ ആണ്, എനിക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. സോ ഞാൻ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഞാൻ തീരെ എൻജോയ് ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഒരു കുറച്ചെങ്കിലും ഞാൻ ആ ഒരു എൻജോയ്മെൻറ്റിൽ, അല്ലെങ്കിൽ ഞാനൊരു അമ്മയാവാൻ പോവുകയാണ്, എൻ്റെ വയറ്റിൽ ഒരാൾ ഉണ്ട് എന്നുള്ളൊരു ഫീലൊക്കെ വന്നത് കുറച്ചും കൂടെ ഒരു 8 months 9 monthsലേക്കൊക്കെ വന്നപ്പം ഞാൻ കൂടുതൽ കുറച്ചും കൂടെ കെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനത്തെ ഇതിലേക്ക് ഈ ഒരു നോൺ വെജ് ഒന്നും എല്ലാം ഒഴിവാക്കി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചില ക്രേവിങ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ഏതിനോടായിരുന്നു കൂടുതൽ താല്പര്യം തോന്നിയത്? ഏതിനോട് ഏറ്റവും താല്പര്യം തോന്നാൻ? സത്യം പറയുകയാണെങ്കിൽ പ്രഗ്നൻസിയിൽ അങ്ങനെ എന്തെങ്കിലും ക്രേവിങ്സ് വരുമോ എന്നുള്ളത് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഇതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സോ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർക്ക് അങ്ങനെ ക്രേവിങ്സ് ഒന്നും ഇല്ല. അപ്പം മുന്നേ എനിക്ക് ഹസ്ബൻഡ് ഇടയ്ക്ക് മസാല ദോശ വാങ്ങി തരും, അല്ലെങ്കിൽ സ്വീറ്റ്സ് കൊണ്ടുതരും. കാരണം അത് പൊതുവേ ഉള്ള ഒരു ഇതാണല്ലോ, നമുക്ക് മസാല ദോശ ഇഷ്ടം. അതെ, പക്ഷെ എനിക്കത് ഉണ്ടായിരുന്നില്ല. പിന്നും എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നത്, ഞാനൊരു സ്വീറ്റ് പേഴ്സൺ അല്ല, എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ചും കൂടെ, പക്ഷെ ആ ടൈമാണ് നമ്മൾ മധുരം കൺട്രോൾ ചെയ്യേണ്ട ടൈം, ഷുഗർ വരുന്നുണ്ട്. പക്ഷെ ആ ടൈമിൽ എനിക്ക് കുറച്ചും കൂടെ മധുരം കഴിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ കൂടുതൽ ക്രേവിങ്സ് ഒന്നും തോന്നിയിട്ടില്ല. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. അത് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി പീരീഡിൽ ഇപ്പം ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ആള് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ആളൊരു മറ്റേ ലോട്ടറി ഒക്കെ അടിച്ച ഫീൽ ആയിരുന്നു ആൾക്ക്. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാരെയും വിളിച്ച് പറയുന്നു. എനിക്ക് വിളിച്ചു പറയാനൊക്കെ ഉള്ള ഒരു നാണക്കേടും, കാരണം അത്ര ടൈമല്ലേ ഉള്ളൂ. അപ്പം എനിക്ക് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു.
പക്ഷെ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് വിളിച്ച് പറയുന്നു. അപ്പം എൻ്റെ ഈ സ്ട്രെസ്സും അല്ലെങ്കിൽ എൻ്റെ മൂഡ് സ്വിങ്സും അതിനനുസരിച്ചിട്ട് ആൾ നിന്നിട്ടുണ്ട്, എൻ്റെ ഇതിന് വേണ്ടിയിട്ട് കെയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പം ഈ പറഞ്ഞ പോലെ ക്രേവിങ്സ് ഒന്നും ഇല്ലെങ്കിലും നൈറ്റിലൊക്കെ ഭയങ്കര വിശപ്പൊക്കെ വരും. അപ്പം ആ ടൈമിൽ എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ആണെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തു കൊണ്ട് തരാനോ ഒക്കെ ആയിരുന്നു. അപ്പം ഇനി ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം എൻ്റെ മോളെ ഇപ്പം എങ്ങനെ കെയർ ചെയ്യുന്നു അതേപോലെ തന്നെ ആള് ഈ ടൈം വരെ എന്നെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും അത് എൻ്റെ ഒരു ഗോ ടു പേഴ്സൺ ആണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ആളുമായിട്ട് ഷെയർ ചെയ്യും. സോ ഓഫീസിലുള്ള ഇഷ്യൂസിലാണെങ്കിലും അതിൽ കൂടുതൽ സപ്പോർട്ട് തരും. എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ ഒരു സ്പോട്ട് ഔട്ടിലേക്ക് ഞാൻ ജമ്പ് ചെയ്തു, ഒരു കോ ഫൗണ്ടർ എന്നുള്ള രീതിയിലേക്ക് വരികയാണ്, സ്റ്റാർട്ടിങ് ആണ്. സോ ഇനീഷ്യലി നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് തന്നെ ചെയ്യാനുണ്ടാവും. സോ എവിടെയും എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എന്താണോ ഇഷ്ടം ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ എന്താണോ താല്പര്യപ്പെടുന്നത്, സോ അതിലേക്കാൾ ഓക്കെയാണ്. ഓക്കെ. ഈ ഒരു ഡെലിവറി കഴിഞ്ഞൊരു സമയം നോർമലായിരുന്നു സിസേറിയൻ ആയിരുന്നു? സിസേറിയൻ സിസേറിയൻ ആയിരുന്നു. ഓക്കെ. അപ്പം ഈ ഒരു ഡെലിവറി കഴിഞ്ഞൊരു സമയം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്യത്തില്ലേ നമ്മളുടെ കുട്ടീനെ? അതായത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു കുട്ടി നമ്മൾ ഹോൾഡ് ചെയ്യാണല്ലോ. അപ്പം ആ ഒരു മൊമെൻ്റ് ഉള്ളത്, നമുക്ക് ബേബീനെ നമ്മുടെ കയ്യിലേക്ക് തരുന്നൊരു മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റ് എല്ലാ അമ്മമാർക്കും പ്രൈസ്ലെസ് ആണ് അല്ലേ? സ്പെഷ്യലി ഫസ്റ്റ് മോം എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെൻറ്റ് എങ്ങനെയായിരുന്നു? എനിക്കങ്ങനെ കൂടുതൽ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇമോഷണൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ഞാനുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ സി സെക്ഷൻ ആയിരുന്നു. അപ്പോൾ സി സെക്ഷനിലേക്ക് വരുന്നതിന് മുന്നേ ഞാനൊരു ഏകദേശം 24 hours കംപ്ലീറ്റ്ലി ഞാൻ ഈ വാർഡിലായിരുന്നു ഉള്ളത്. കാരണം നമുക്ക് പെയിന് വന്ന് കൊണ്ടുപോയി, പക്ഷേ നോർമലിലായിരുന്നു അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ 24 hours കംപ്ലീറ്റ്ലി ഞാൻ അവിടെ പെയിൻ സഹിച്ച് ഇത് കഴിഞ്ഞു. പിന്നെ സി സെക്ഷനിൽ കൊണ്ടുപോയി. അപ്പം നോർമലി ഒരാൾ സി സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചൊരു ബോധമുണ്ടാവും. ആ സി സെക്ഷൻ കഴിയുന്ന ടൈമിൽ തന്നെ അവരെ കുട്ടീനെ കാണിക്കും. പക്ഷേ ഞാൻ ഫുള്ളി ഔട്ടായിരുന്നു. എനിക്ക് ഒരു ഓർമ്മയില്ല, ഒന്നുമില്ല. ഞാൻ എണീക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് ലൈറ്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. ആരും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. സോ എണീറ്റ് പിന്നെ ഞാൻ അവിടെ ഒരു സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ കുട്ടി എവിടെ? അതായത് ഞാൻ കണ്ണ് തുറന്നു കഴിയുമ്പം എനിക്ക് കുട്ടി ഉണ്ടായി, അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ അടുത്ത് ആരും ഒന്നും പറയുന്നില്ല. സോ അത് കഴിഞ്ഞ് എന്നെ വേറൊരു വാർഡിലേക്ക് മാറ്റി. അവിടുന്നും കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയുന്ന കുട്ടീനെ ബേബി വാർഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എന്തോ ഇഷ്യൂ ഉണ്ട്, നീല അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ടെൻഷനിലാണ് ഉള്ളത്. അപ്പം എന്താണ് കുട്ടിക്ക് പറ്റിയത്? കാരണം അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ ഉള്ളത്. പിന്നെ പെട്ടെന്ന് അമ്മയും സിസ്റ്ററും കൂടെ വന്നിട്ട് കുട്ടീനെ തന്നു, എന്നെ കാണിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് പെൺകുട്ടിയാണ് എന്നുള്ളത്. സോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ. കാരണം എനിക്കൊരു പെൺകുട്ടി വേണം എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു. എനിക്കൊരു ഗേൾ ബേബി തന്നെ വേണം എന്നുള്ളത്. സോ പക്ഷേ ഞാൻ ഒരു ഏകദേശം ഒരു 99% ഞാനൊരു ബോയിനെയാണ് എക്സ്പെക്ട് ചെയ്തത്. കാരണം കൂടുതൽ പേരും എൻ്റെ അടുത്ത് ബോയ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ബോയ് ആണ്. പക്ഷെ എനിക്ക് വേണ്ടത് ഒരു ഗേൾ ബേബിയായിരുന്നു. എല്ലാവരും അങ്ങനത്തെ കുറെ സജഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് അതായിരുന്നു. അപ്പം പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ചും കൂടി സന്തോഷം കൂടി. പിന്നെ ഫസ്റ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സി സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എണീക്കാൻ പറ്റില്ലല്ലോ. സോ കിടത്തിയിട്ട് തന്നെ എന്നെ ഫീഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ആ ഫീഡ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ലിറ്ററലി ഞാൻ കരയായിരുന്നു ആ ഒരു ടൈമിൽ. ഇപ്പോഴും എനിക്ക് അത്രയും ഓർമ്മയുണ്ട് എല്ലാ കാര്യവും. ഈ സി സെക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട്, സി സെക്ഷൻ അല്ലേ എന്ത് എളുപ്പമാ അല്ലേ, വേദന ഒന്നും സഹിക്കാതെ പ്രസവിച്ച അമ്മയാവില്ല എന്നാണ് പറയുന്നത്. പല ആൾക്കാർ ഇപ്പോഴും പറയുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അയ്യോ, അവരോട് പറയാനുള്ളത് അതായത് ഞാനും നേരത്തെ വിചാരിച്ചു ഓക്കെ, കാരണം ഞാൻ സിസ്റ്ററിനോട് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഈ നോർമൽ ഇതിൻ്റെ ടൈമിൽ ഞാൻ ഈ പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോ, എനിക്കിത് നോർമൽ വേണ്ട. കാരണം എനിക്ക് ആ പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സി സെക്ഷൻ എന്ന് പറയുന്നത് ഈസിയാണ്. ഒരു 5 minutes പോലും വേണ്ട അവർക്ക് കുട്ടീനെ പുറത്തേക്ക് എടുക്കാൻ. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള നമ്മളാ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ആ മരവിപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് അവേഴ്സ് എന്ന് പറഞ്ഞാൽ
ഫസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് എണീറ്റ് നിന്നത്, ഞാൻ വീണിട്ട് എൻ്റെ അമ്മ എടുത്തിട്ട് വീണ്ടും കിടത്തി, വീണ്ടും പെയിനുള്ള മരുന്ന് തന്ന്. സോ അത്രയും എനിക്ക് ആ സി സെക്ഷൻ്റെ ഒരു വേദന എന്ന് പറയുന്നത്, എനിക്കൊന്ന് പ്രസവ വേദനയൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ അത്രയും പെയിൻ എനിക്ക് ഏകദേശം അത് കഴിഞ്ഞൊരു 2 വീക്സ് വരെ എനിക്ക് ഇതിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ പെയിൻ ഇഷ്യൂസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വരാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇങ്ങനെ കളിയാക്കിയിട്ട് പറയായിരുന്നു, കാവടി തുള്ളി പോയതല്ലേ ഇങ്ങനെ തിരിച്ചു വരുന്നത് നോക്ക്. അപ്പൊ അത്രയും ഇതാണ് സി സെക്ഷൻ എന്ന് പറഞ്ഞാൽ, അത്ര സിമ്പിൾ അല്ല, പറയുന്ന പോലെ സിമ്പിൾ അല്ല. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് വാക്ക് ആഫ്റ്റർ സിസേറിയൻ. അത് എൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഇത് ഡെലിവറി കഴിഞ്ഞ് അപ്പോൾ തന്നെ എന്നെ നടത്തിച്ചിട്ടാണ് റൂമിലേക്ക് വിട്ടത്. ആ ഫസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരു പെയിനാണ്. ആൻഡ് ഇനിയും വരികയാണെങ്കിൽ ഇപ്പം വാമിക അല്ലേ മോളുടെ പേര്, ആളുമായിട്ടുള്ള ഒരു ഇമോഷണൽ മൊമെൻ്റ് എപ്പോഴായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു? കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം മോം ആദ്യമായിട്ട് നമുക്ക് സ്വന്തം ഉള്ള, അപ്പം ആളുടെ പല ഗ്രോത്തും എന്നെ ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് എഴുന്നേറ്റ് നിന്നതായിക്കോട്ടെ, ഫസ്റ്റ് നടന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പല്ല് വന്നതായിക്കോട്ടെ, ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ആള് സംസാരിക്കുന്നത്, ആദ്യമായിട്ട് അമ്മാന്ന് വിളിക്കുന്നത്. ഇപ്പം അതേപോലെ തന്നെ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് ആള് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറഞ്ഞാൽ, അപ്പം അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ എൻ്റെ അടുത്ത് അങ്ങനെ പറയുന്ന ടൈമിൽ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് ഇപ്പം വാമീനെ ഫസ്റ്റ് നമ്മൾ അവിടെ അംഗനവാടിയിലേക്ക് നമ്മൾ ഫസ്റ്റ് വിട്ടിരിക്കാം ഒറ്റയ്ക്ക്. നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തു, പക്ഷെ ഇന്നാണ് ആളിപ്പം ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത്. അമ്മ കൊണ്ടുവിട്ടിട്ട് അമ്മ തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് അവിടെ ടീച്ചറാണെങ്കിൽ കുറേ ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ മുതലുള്ള ആൾ ഫുഡ് കഴിക്കുന്നതും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതും അവിടെ കളിക്കുന്നതൊക്കെ എനിക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര എന്ത് ഇമോഷനാണ് അതെന്ന് അറിയില്ല. എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്, നല്ല സന്തോഷം വരുന്നുണ്ട്. സോ കാരണം ആളും വലുതാവാണ്, ഒറ്റയ്ക്ക് പോയിട്ട് പഠിക്കാനും അല്ലെങ്കിൽ ആ ഇതിലേക്കൊക്കെ ആള് വരുന്നുണ്ട്. പിന്നെ നമ്മളില്ലാതെ വേറൊരു സ്ഥലത്ത് ആള് പോയി നിൽക്കുക എന്നുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ വരുമ്പോൾ ഒരു മിക്സഡ് ഇമോഷൻ, ബുദ്ധിമുട്ടാണ്. അതേപോലെ ആയിരിക്കുമല്ലോ ഈ പറയുന്ന പോലെ വൺസ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു റീജോയിനിങ്, ഓഫീസിലേക്ക് റീജോയിൻ ചെയ്യുന്നു. അപ്പം ആ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ വീട്ടിൽ നിന്ന് പോവാണ്, തിരിച്ച് ബാക്ക് ടു വർക്ക്, ഭയങ്കര ഒരു ഹെവി ഹാർട്ട് മൊമെന്റ് ആണ് അത്. നമ്മൾ വെൻ ഗ്രാൻഡ് പേരൻസ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് പോവാണ്. നമ്മളുടെ, എനിക്ക് തോന്നുന്നു ആ ദിവസം, അങ്ങനെയുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ പല അമ്മമാരുടെയും മൈൻഡ് 80% വീട്ടിൽ വെച്ചിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത് അല്ലേ. പറയുന്നത് നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്, സ്റ്റിൽ നമുക്കവിടെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് പറയുമ്പം. അപ്പം എങ്ങനെയാ വാമി അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിലാണെങ്കിലും അവർ നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പം ഞാനൊരു ഫുൾ ഡേ ഓഫീസിലേക്ക് പെട്ടെന്ന് വരുമ്പം എനിക്ക് അവിടെ, കാരണം അവൾ ഫീഡ് ചെയ്യുന്ന ടൈമാണ്, ഒരു 6 months 7 months ആയപ്പോൾ മുതൽ ഞാൻ വീണ്ടും വർക്കിലേക്ക് കയറിയിട്ടുണ്ട്. മീൻസ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. ഒരു 3 months കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വർക്ക് ഫ്രം ഹോം കയറി. അത് കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് വീട്ടിൽ ഇങ്ങനെ കുറേ ടൈം ഇരുന്നപ്പോൾ ഞാനും കൂടുതൽ സ്ട്രെസ് ആവാൻ തുടങ്ങിയപ്പം ഒരു 6 months 7 months ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഓഫീസിലേക്ക് പോയി. പക്ഷെ ഞാനൊരു ഫുൾ ഡേ ഞാൻ ഓഫീസിലേക്ക് എടുത്തില്ല, ഞാൻ ഹാഫ് ഡേ മാത്രം പോയി. അപ്പം ഹാഫ് ഡേ ആകുമ്പം ഉച്ചവരെ വന്നിട്ട് കുറച്ച് ടൈം, അപ്പോൾ ആ ടൈമിൽ ഞാൻ മിൽക്ക് പമ്പ് ചെയ്ത് വെക്കും, ആ ടൈമിലേക്കുള്ളത് പമ്പ് ചെയ്ത് വെക്കും, പിന്നെ ഫീഡ് ചെയ്യും. പിന്നെ ഞാൻ അവിടുന്ന് ഗ്രാജുവലി ഞാൻ ആ ടൈം കൂട്ടി വന്നു. ഒറ്റ ഇതിൽ ടൈം കൊടുത്ത് ഞാൻ ആ ഒരു ഉച്ച വരെയുള്ള ടൈം ഞാൻ പിന്നെ 3 o'clock വരെയാക്കി, 4 o'clock വരെയാക്കി. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല, 6 7 8 ആ ഒരു ടൈമിലേക്കൊക്കെ ഇപ്പം രാവിലെ ആള് ഓക്കെയാണ്. രാവിലെ പോകുന്ന ടൈമിൽ ഒക്കെ അമ്മ ബായ്, ഉമ്മ സി യു എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയൊക്കെ തന്നിട്ട്, അമ്മ ഭക്ഷണം കഴിച്ചോ, ചോറെടുത്തോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളിപ്പോൾ ചോദിക്കും. പോകുന്ന ടൈമിൽ തന്നെ അറിയാം. പിന്നെ ചില ദിവസം മാത്രം ഒരു ഭയങ്കര, മേ ബി ആളും തീരെ കംഫർട്ട് അല്ലാത്തതുകൊണ്ടായിരിക്കും, ചില ദിവസം മാത്രം ഇങ്ങനെ പറയും, അമ്മ ഇന്ന് പോണ്ട, ഇവിടെ നിൽക്ക്, അമ്മ ഇന്ന് പോണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കരയും. അപ്പം അത് നമ്മള് എനിക്കത് ഭയങ്കര സങ്കടമാണ്. കാരണം നമുക്ക് എന്തായാലും ഓൾറെഡി എല്ലാം ഇതായി പോയേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഞാൻ കുറച്ച് ടൈമും കൂടെ അവിടെ ഓഫീസിൽ കുറച്ച് ലേറ്റ് ആയാലും കുറച്ച് ടൈമും കൂടെ ഞാൻ അവിടെ ഇരുന്നിട്ട് അവളൊന്നും കൂടെ ഒന്ന് കംഫർട്ടാക്കി അമ്മേൻ്റെ അടുത്ത് കൊടുത്ത് അങ്ങനെ വരാം. പക്ഷെ ആള് കരച്ചിലായിരിക്കും.
അത് ശരിക്കും നമുക്ക് ഭയങ്കര പെയിനാ. പിന്നെ ഇവിടെ വന്നിട്ട് അമ്മേനെ വിളിച്ചു നോക്കൂ ഓക്കെ ആയോ എന്തായി എന്നുള്ളത്. പക്ഷെ കുറച്ച് ടൈമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ആളെ ഓക്കെയാണ്. ആ ഒരു കുറച്ചൊരു ടൈം, ആ ഒരു മോർണിംഗ് സിക്നെസ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഓക്കെ. ഇപ്പം ഫീഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തില്ലേ? അപ്പം പലർക്കും ഒരു സംശയമാണ് എങ്ങനെയാണ് ഇപ്പോൾ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. കാരണം പെട്ടെന്നൊരു പലരും പറയാറുണ്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടാൻട്രംസ് ആയിരിക്കും, അവർ ബഹളം വയ്ക്കും, കരയും, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. അപ്പം എന്തെങ്കിലും ടിപ്പുണ്ടോ ഈ പറയുന്ന പോലെ ഫീഡിങ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? എൻ്റെ മോൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റോപ്പ് ചെയ്തപ്പോൾ. അത് മേ ബി ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവളെ ഈ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു 2 to 3 months മുന്നേ തന്നെ ഞാൻ അവളുടെ അടുത്ത് ഇത് പറയായിരുന്നു, നമുക്ക് നിർത്തണം, പാലുകൂടി നിർത്താനായിട്ടുണ്ട്, മോള് വലുതായി, ചെറിയ കുട്ടികൾ മാത്രമേ പാല് കുടിക്കുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ അവിടെ കുറേ എക്സാമ്പിൾസ് കാണിക്കാനുള്ള കുട്ടികളുണ്ട്, അവരെ കാണിക്കും, മോക്കിന് സ്കൂളിൽ പോകണം, അംഗനവാടിയിൽ പോകണം. അപ്പോൾ ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഇതിങ്ങനെ അവളുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇത് നിർത്തണം, ഇത്. അപ്പം അവൾക്കറിയാം, മേ ബി അതുകൊണ്ടായിരിക്കും, അറിയില്ല, മേ ബി അതൊരു റീസൺ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വലിയ ഇഷ്യൂസ്. ഇപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് ഡെയിലി മോർണിംഗ് ഫീഡ് ചെയ്യും, പിന്നെ ഓഫീസിൽ നിന്ന് ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ഫീഡ് ചെയ്യുന്നത്. അപ്പം ഓഫീസിൽ നിന്ന് ഇവിടെ ഒരു ദിവസം പോയിട്ട് ഫീഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞു, മാമി എന്തോ അപ്പിണ്ട്, നമുക്ക് കുടിക്കണ്ട, നമുക്ക് പിന്നെ കുടിക്കാം, അങ്ങനെയാന്നുള്ളതില്. അപ്പൊ അവള് ഓക്കെ വിശ്വസിച്ചു. അവള് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ അവള് ഓക്കെ ആയി, അവള് വിശ്വസിച്ചു. അവള് പിന്നെ അന്ന് ചോദിച്ചില്ല, അന്ന് അവള് പാല് കുടിക്കാണ്ട് തന്നെ അവളന്ന് ഉറങ്ങി. അപ്പൊ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതെന്താ, ഒന്ന് കരയോ പോലും ചെയ്തിട്ടില്ല. അപ്പം അതിന് വാശി പിടിച്ച് കരയോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് മോർണിംഗും അവള് ജസ്റ്റ് ഒന്ന് ചോദിച്ചു, അമ്മ. അന്ന് ഞാൻ പറഞ്ഞു, മാമി അപ്പി പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഇതില്ല. അപ്പൊ അതിന് മുന്നേ ആണെങ്കിലും നമ്മള് ഈ ഇലയൊക്കെ പരട്ടല്ലോ, അതും പിന്നെ ചെന്നിനായകം, അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവളുടെ അടുത്ത്. അപ്പൊ അവള് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള. അപ്പൊ ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് അവളെ ഇങ്ങനെ ഫീഡ് ചെയ്തോണ്ടിരുന്നു നേരത്തെ തൊട്ടേ. എന്തായാലും ഇത് ഒരു ദിവസം ഇത് സ്റ്റോപ്പ് ആവും എന്നുള്ളത് അവൾക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കും അവൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അവൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അവള് ഉറങ്ങുന്നതിലാണെങ്കിലും. കാരണം അവൾക്ക് കുറച്ച് കളിക്കാനും കുറച്ച് കഥ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഓക്കെ ആണെങ്കിൽ കുറച്ച് എൻഗേജ് ചെയ്യിപ്പിക്കുക, അവര് അതിൽ നിന്ന് മറന്നു പോകാനായിട്ട്. ഇങ്ങനെ ഫീഡിങ് ഇല്ല എന്ന് കഴിഞ്ഞു എന്നുള്ളത്, ലൈക്ക് എന്തെങ്കിലും ബുക്സ്, കഥ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ കളർ ചെയ്യിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക. നമ്മൾ ഈ കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളെ ആൾക്കാർ കാണാൻ വരുമല്ലോ, ഒരു ലോഡ് ഉപദേശമായിട്ടായിരിക്കും വരിക. അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എല്ലാവരും പല അഡ്വൈസ്. നമ്മളൊരു ന്യൂ മോം ആയതുകൊണ്ട് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡാണ്. ഒരു പുതിയ കുട്ടി ജനിക്കുമ്പോൾ ഒരു പുതിയൊരു അമ്മയും കൂടിയാണ് ജനിക്കുന്നത്, അല്ലേ? നമുക്കും അറിയില്ല വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താവും, എങ്ങനെ, എന്തിനാ കരയുന്നത്, എന്തിനാന്നൊക്കെ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പം ഇങ്ങനെ കുറേ ആൾക്കാർ ഈ ഉപദേശങ്ങളായിട്ട് വരുമ്പം പലതും നമ്മളെ കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വാട്ട് ഈസ് റൈറ്റ്, നമ്മുടെ കുട്ടിക്ക് എന്താണ് നല്ലതെന്നുള്ളത് നമുക്ക് അറിയാം, ഇറ്റ്സ് നാച്ചുറൽ. ഈ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ അഡ്വൈസ് ചെയ്താൽ ഓക്കെ ഇത് കൊള്ളാം, ഇത് നിന്ന് ചെയ്ത് നോക്കാം? എനിക്ക് അങ്ങനെ കുറേ അഡ്വൈസസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാവരോടും ഒരു സ്നേഹം തോന്നിയതും അങ്ങനെയുള്ളൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പം എല്ലാവരും കുട്ടീനെ കാണാൻ വരും, ഡെലിവറി കഴിഞ്ഞ് സി സെക്ഷനാണ്. അപ്പം എൻ്റെ ഫാമിലീസിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ ഫാമിലീസിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. സോ വന്നതിൽ കൂടുതൽ ആൾക്കാരും, അതായത് വരുമ്പോൾ നമ്മൾ എണീക്കും, അവരുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, നീ കിടക്ക്, കാരണം സിസേറിയൻ ആയിരുന്നു, നീ റെസ്റ്റ് എടുക്കണം, നീ കിടക്ക്. അതായത് കുഞ്ഞൻ ഉറങ്ങുന്ന ടൈമിലാണെങ്കിൽ നീ ഉറങ്ങ്, അല്ലെങ്കിൽ നീ ഫുൾ. കാരണം നമുക്ക് സി സെക്ഷൻ കഴിയുമ്പോൾ ഈ ബാക്ക് പെയിൻ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമെന്ന് പറയുമല്ലോ. സോ അതിന് നമ്മൾ ആ ഒരു കുറച്ച് ടൈം, നമ്മൾ ആ ഒരു പീരീഡ് നമ്മൾ നല്ലോണം റെസ്റ്റ് എടുക്കണം. സോ അത് എല്ലാവരും അവിടെ വരുന്ന, എൻ്റെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവരും അത് മേക്ക് ഷുവർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ റെസ്റ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. സോ അതെനിക്ക് ഭയങ്കര ഓക്കെ. നമ്മളെയും ഒരു പുതിയ കുട്ടി വന്നു, കുഞ്ഞിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മളെയും ആസ് എ ന്യൂ മോം എന്നുള്ള രീതിയിൽ എന്നെയും എല്ലാവരും കെയർ ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എനിക്കതൊരു എല്ലാവരോടും ഒരു റെസ്പെക്റ്റും തോന്നി, അതേപോലെ തന്നെ ഒരു സ്നേഹവും തോന്നിയൊരു. അതുപോലെ ഒരു നമ്മുടെ നാട്ടിലൊരു രീതിയാണ് പ്രസവം, അത് നോർമലാണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും
ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കുക എന്ന് പറയും അല്ലേ? അത് പലരും ചിലരൊരു മാസം ചെയ്യാറുണ്ട്, ചിലർ 14 ദിവസം 21 ദിവസം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് തോന്നുന്നു ഡെലിവറി പെയിനേക്കാട്ടിലും ഏറ്റവും വലിയ പെയിൻ ട്രോമ എനിക്ക് തന്നത് ആ ഒരു കുളിപ്പീരായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അത്? എനിക്കത് സി സെക്ഷൻ ആകുമ്പോൾ കുറച്ചൊരു കൺസിഡറേഷൻ ഉണ്ടാവും, മറ്റേത് നമുക്ക് താങ്ങാൻ പറ്റൂല എന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ അമ്മ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. പിന്നെ വീട്ടില് അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, നമ്മ മറ്റേ ഈ ഇലകളൊക്കെ ഇട്ട് അത് ഇവര് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവരെന്നെ വീട്ടില് ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മ തന്നെയായിരുന്നു എന്നെ കുളിപ്പിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന അവിടെ ഇങ്ങനെ പുകയായിരിക്കും. അതെ, മറ്റേ മഞ്ഞിന്നൊക്കെ ഇറങ്ങി വരുന്ന പോലെ സ്റ്റീം ബാത്ത് ഒക്കെ എടുത്ത പോലെ അങ്ങനത്തെ ഒരു ഫീലാണ്. പെട്ടെന്ന് നമ്മൾ സ്വർഗത്തിൽ കയറിയ പോലെ തോന്നും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ എല്ലാവരും പറയും അത് കഴിയുമ്പോൾ ഒരു ഇതാണ്, പക്ഷെ എനിക്ക് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണാണ്. ഞാൻ ഭയങ്കര ടയേർഡാവും, എനിക്ക് ഇങ്ങനെ വെള്ളത്തിന് ദാഹിക്കും, അങ്ങനത്തെ കുറെ ഇത് എൻ്റെ പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്കറിയില്ല അത് എത്രത്തോളം നല്ലതാണ് ചെയ്യുന്നത്. എന്നാ കണ്ടിന്യൂസ് ആയിട്ട് അത് ആ ടൈമിൽ ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓരോ കർക്കിടകത്തിലും മരുന്ന് കഴിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ അമ്മയുടെ ആ ഒരു ഇതുള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നതാണ്. നമ്മൾ സാധാരണ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ചില ഡിസിഷൻസ് എടുക്കും. ലൈക്ക് നമുക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്യിപ്പിക്കില്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽപ്പുണ്ടോ ഇപ്പോഴും? അങ്ങനൊരു തീരുമാനമായിട്ടൊന്നും എടുത്തതല്ല. പക്ഷേ എനിക്കൊരു കാര്യം നിർബന്ധം ഉണ്ടായിരുന്നത്, ഇപ്പം എൻ്റെ കുട്ടി ഒരു ഫോൺ അഡിക്റ്റ് ആവാൻ പാടില്ല എന്നുള്ളത് എനിക്കൊരു ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ ന്യൂസിലാണെങ്കിലും ഫോണ് റീൽസ് നോക്കുകയാണെങ്കിലൊക്കെ നമ്മൾ കാണുന്ന അങ്ങനത്തെ പല ഫോൺ അഡിക്റ്റ് ആയ കുട്ടികളുടെ പല ന്യൂസും നമ്മൾ കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ ഫോൺ അഡിക്റ്റ് ആവാൻ പാടില്ല എന്നുള്ളത്. അപ്പം അത് ഞാൻ ആ ഫസ്റ്റ് ഡേ മുതൽ ആ കാര്യം ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതായത് സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അങ്ങനെയല്ല, പക്ഷെ ഞാൻ സ്ക്രീൻ കൊടുക്കാറുണ്ട്, TV ആൾ കാണാറുണ്ട്, ഫോണിലാണെങ്കിൽ കുറച്ച് ടൈം ആൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ ഹസ്ബൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ടൈം ഫോണ് കൊടുക്കും, എന്നിട്ട് ആളെ അടുത്ത് പറയും മാമി ഇത് ലാസ്റ്റ് വീഡിയോ ആണ്, അല്ലെങ്കിൽ ഈ വീഡിയോ കൂടെ കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാമി അത് സ്റ്റോപ്പ് ചെയ്തോളും. അപ്പം ആളത് ഓക്കെ ആണ്. അപ്പം ഞാൻ കുറച്ചും കൂടെ വേറെ പല കാര്യങ്ങളിലും, ഇപ്പം ആൾക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മാമിക്ക് നോക്കുകയാണെങ്കിൽ കഥ കേൾക്കാനും കളിക്കാനും, അപ്പം അവൾക്ക് അതിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അപ്പം അത് ഇപ്പോഴും ഞാൻ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു അഡിക്ഷൻ അവൾക്ക് ഇതുവരെ അവൾക്ക് വന്നിട്ടില്ല. അത് ശരിക്കും നല്ലതാണ്. അതായത് ചില പാരൻസ് ഉണ്ട്, അത് ഫോൺ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തോണ്ട് അങ്ങ് പോകും. അപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള ടാൻഡൻസ് കാണിക്കും. അപ്പോൾ ശരിക്കും അവരുടെ ഒരു ഇമോഷനും കൂടെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ ഇനി ഇത് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങി, ഇനി നാളെ അങ്ങനെ പറയുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ഒരു മയപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത് നിൽക്കുക. അവർക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം ഇപ്പം ഹസ്ബൻഡ് മാമിക്ക് ഫോൺ കൊടുക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അവള് ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ ഇത് ശരിക്കും സായിചേട്ടൻ കണ്ടുപിടിച്ചൊരു ഹാക്കാണ്. അതായത് കുറച്ച് ടൈം കാണിച്ചിട്ട് മാമി ഇത് ലാസ്റ്റ് വീഡിയോ ആണ്, അല്ലെങ്കിൽ 2 വീഡിയോ കൂടെ കഴിഞ്ഞാൽ നിർത്താന്ന് പറയുമ്പോൾ ആള് ഓക്കെയാണ്. അപ്പം ഇപ്പം ഞാനും അങ്ങനെ തന്നെ ചെയ്യും. അപ്പം അതൊരു ശീലമായി. പിന്നെ അവൾക്കത് നിർബന്ധമല്ല, ചില ടൈമിൽ അവൾക്ക് തോന്നും അപ്പോൾ ഒന്ന് കാണിക്കും. ആ ഒരു രീതിയിൽ പ്രത്യേകിച്ച് ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ സ്ക്രീൻ കൊടുക്കരുത് എന്നുള്ളതും എനിക്കൊരു ഇതായിരുന്നു. അപ്പം ചില ടൈമിൽ അവൾ ആ ദിവസം ഒരു ഫുഡും കഴിച്ചിട്ടില്ല, അപ്പം എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ എന്നുള്ളതിൽ ചില ടൈമിൽ ഞാൻ കാണിക്കും. പക്ഷെ കൂടുതലും അവൾ അങ്ങനെ കാണിക്കാറില്ല. ഇപ്പം നിർബന്ധമില്ല. ഇപ്പം കൂടുതലും അവളെ നോക്കുന്നത് അമ്മയാണ്. അപ്പൊ അമ്മയാണെങ്കിലും അതെ, സ്ക്രീൻ അങ്ങനെ കാണിക്കാറില്ല, TV കാണിച്ചിട്ടല്ല ഫുഡ് കൊടുക്കുന്നത്. അവളെ ഫുഡ് പുറത്തേക്ക് എടുത്തോണ്ട് പോയി കഥ പറഞ്ഞ്, ആൾക്ക് അതാണ് ഇഷ്ടം. അപ്പം ഇപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ തന്നെ എന്നോട് പറയും നമുക്ക് ബിന്ദേച്ചിന്റെ വീട്ടിൽ പോയിട്ട് കഴിക്കുക. കാരണം ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടാണ് ആള് ഫുഡ് കഴിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ശരിക്കും ആൾക്കാർ പറയും, ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ സൈക്കോളജിസ്റ്റ് അവരിങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ടിവിയിലേക്ക് അവർ ശ്രദ്ധ, അവരെന്താ കഴിക്കുന്നതെന്ന് അവർ പോലും അറിയുന്നുണ്ടാവില്ല. അവർ ശരിക്കും അറിയണം എന്താണ് അവർ കഴിക്കുന്നത് എന്നുള്ളത്. ആൻഡ് അതേപോലെ ഒരു അശ്വതി, ഞാൻ ചോദിക്കാം, ഒരു ഗോ ടു മോം ഹാക്ക്, നിങ്ങളുടെ ഒരു മോം ലൈഫ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോ ടു മോം ഹാക്ക് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ
നമ്മൾ ഹസ്ബൻഡ്സിന് എല്ലാ കാര്യവും പഠിപ്പിക്കുക. അതായത് കുട്ടിയുടെ എല്ലാ കാര്യവും നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ പോലെ ആളെ ഫീഡ് ചെയ്യുന്നതാണെങ്കിലും, ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാ കാര്യവും വാമിയുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ആൾ തന്നെ നോക്കാറുണ്ട്. ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, ഇപ്പം ഇനീഷ്യൽ ഡേയ്സിൽ ഡയപ്പർ ചേഞ്ച് ചെയ്ത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, കുളിപ്പിക്കലാണെങ്കിലും എല്ലാം ആള് നോക്കോളും. അപ്പോൾ ആൾ ഒറ്റയ്ക്കാണെങ്കിലും ആൾക്ക് നോക്കാനുള്ളൊരു ഇതുണ്ട്. ഇത് ശരിക്കും ഒരു ടിപ്പാണ് നിങ്ങൾ മോംസിന്. ഇപ്പം ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് എടുക്കാം. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന ഹസ്ബൻഡിന് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആവാൻ പറ്റും. ഓക്കെ, ഞാൻ ചോദിക്കുകയാണെങ്കിൽ ആസ് എ മോം, ബീങ് എ മോം, ഒരു 1 വേർഡിൽ അശ്വതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാം? ഐ എം എ ബ്ലെസ്ഡ് മോം. അതായത് ഒന്നാമതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇനീഷ്യലി ഞാൻ എൻ്റെ പ്രഗ്നൻസി ഞാൻ തീരെ അക്സെപ്റ്റ് ചെയ്യാത്തതോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അപ്പം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, വാമീൻ്റെ അവൾ സംസാരിക്കുന്നതായിക്കോട്ടെ, അതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തുള്ള സപ്പോർട്ടായിക്കോട്ടെ, ഫാമിലീൻ്റെ സപ്പോർട്ടായിക്കോട്ടെ, അപ്പം ആ സപ്പോർട്ടൊക്കെ എനിക്ക് ബ്ലെസ്ഡ് ആണ്. അതേപോലെ തന്നെ എൻ്റെ കൊളീഗ്സ്, ഇപ്പം ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തിലും സ്പോട്ട് ഔട്ടിൽ അവിടെയുള്ള കൊളീഗ്സൊക്കെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ആ ഒരു വർക്ക് ലൈഫ് മോം ലൈഫ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. സോ ഐ എം എ ബ്ലെസ്ഡ് മോം. അപ്പം ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച് അശ്വതി ഫോർ യുവർ വിസിറ്റ് ആൻഡ് ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. അപ്പം ഇനി ഒരു നെക്സ്റ്റ് മോമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് വരാം.